ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിനും ആകാശും അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ആകാശിനെ ഫോണിൽ വിളിക്കുകയാണേ. അപ്പോൾ നമ്മുടെ അശ്വിനാണെങ്കിൽ ഇത് മാറ്റിയിരുന്നല്ലോ ഫോണ്. ആ സമയം അശ്വിൻ അറ്റൻഡ് ചെയ്യാണ് കേട്ടോ. ഹലോ, ആരാ? ശ്രുതികുമാരി ലക്ഷ്മിയാണോ? എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഇത് ആകാശ് സാറിന്റെ ഫോണല്ലേ, നിങ്ങളുടെ അടുത്ത് എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്താ ശ്രുതി മാഡത്തിന് ആകാശിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഇവിടുന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ അശ്വിൻ അവിടെ നിന്ന് പ്രവർത്തിച്ച് കാണിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എങ്ങനെ സങ്കടപ്പെടുത്താണേ. അതിനുശേഷം ഒരു മോഡലും അവരുടെ പപ്പയും കൂടെ അശ്വിന്റെ വീട്ടിലെത്താണ്. അപ്പൊ അവര് വരുമ്പോ മനോരമയായിരിക്കും കേട്ടോ വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നത്. മനോരമയുടെ കണ്ണ് പോകുന്നത് ആ മോഡൽ ഇട്ടിരിക്കുന്ന ഡയമണ്ട് നെക്ലേസിലേക്കായിരിക്കും. എന്നിട്ട് അതിന്റെ വിലയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. മോളെ, ഇതിന്റെ കുറഞ്ഞ ഡയമണ്ടിന് എത്ര കാശാവും എന്ന് മനോരമ ചോദിക്കുന്നത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മനോരമേ, നിനക്ക് ആവശ്യമുള്ള ആഭരണങ്ങൾ ഈ വീട്ടിൽ തന്നെ ഇല്ലേ? എന്നിട്ട് എന്തിനാ പിന്നെ വരുന്നവരുടെ ആഭരണങ്ങളുടെ തൂക്കവും വിലയും അറിയാൻ നിൽക്കുന്നത്? അപ്പൊ ആ മോഡലിന്റെ അച്ഛൻ പറയുന്നുണ്ട്, സാറിന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഇവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇവൾക്ക് രഹസ്യമായിട്ട് അച്ഛനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ആ മോഡൽ ഇങ്ങനെ ചിരിക്കണേ. അയ്യോ, മോക്കറിയാം അവളെ, അന്ന് അവള് കാരണാ സ്റ്റുഡിയോന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറയുമ്പോ ആ മോഡൽ ചോദിക്കുന്നുണ്ട്, ആ കുട്ടിയോ? അതെങ്ങനെയാ? പിന്നീട് നമ്മുടെ പ്രീതിയോട് അശ്വിൻ ശ്രുതി വരുന്ന ആ ടൈമൊക്കെ നോക്കിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രീതിയോട് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അശ്വിൻ സാറിന് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തൻ്റെ ഒരു സൈൻ വേണം എന്ന് പറഞ്ഞ് പ്രീതി സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫയലിങ് വാങ്ങിക്കുന്നതും നമ്മുടെ ശ്രുതി അവിടെ എത്തുന്ന ഒരു അടിപൊളി പ്രമോ ആണ് നാളെ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്